ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റമളാനിലെ കാലത്തെ തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ അങ്ങനെ കണ്ടുനോക്ക്. പിന്നെ ഇതിൽ 1-2 റെസിപ്പീസ് എല്ലാം ഷെയർ ആക്കിയിട്ടുണ്ട്. നമ്മളെ ക്യാരറ്റ് പോളയില്ലേ അത് ഗ്രേറ്റ് ആക്കിയിട്ട് ചെയ്തെടുത്ത നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പോളയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഉണ്ട്. അതേപോലെ നമ്മളെ ബേക്ക്ഡ് പാസ്തയില്ലേ അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ അങ്ങനെ മൊത്തത്തിൽ കണ്ടുനോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടണില്ല അതൊന്ന് പ്രസ്സാക്കാൻ മറക്കണ്ട. അതേപോലെ സബ്സ്ക്രൈബ് ആക്കാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയത്. പിന്നെ നിങ്ങളെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻ്റ് ആക്കാനും മറക്കണ്ട. ഇൻഷാ അല്ലാ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാമായിട്ട് നേരെ വീഡിയോ നോക്കാം. അന്നൂനും അർമാൻക്കും ജമ്മുനും എല്ലാവർക്കും ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കലാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് നമ്മളെ വാഷിംഗ് മെഷീൻ ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നനക്കാനുള്ളതും എല്ലാം ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പുറം വെള്ളം ചൂടാൻ സമയത്ത് തന്നെ നമുക്ക് അലക്കാനുള്ളതും അവിടെ അലക്കിയിട്ട് കഴിയുമല്ലോ. മക്കളാരും എണിച്ചിട്ടുണ്ടായിട്ട എല്ലാവരും ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ച് അലക്കാനുള്ളതെല്ലാം പെട്ടെന്ന് അലക്കി തീർന്നിട്ടുണ്ടെങ്കിൽ വേഗം പണി കഴിയുമല്ലോ. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ടൈമിലാണ് ദുവാ മോള് എണിച്ചിട്ട് വരുന്നത്. രാവിലെ തന്നെ ഓള് ഉറക്കം എണിച്ചിട്ടുണ്ടെങ്കിലേ ചില സമയത്ത് മൂടേ ഉണ്ടായില്ല, ചില സമയത്ത് നല്ല ആളായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ച് ഉരുള എണിക്കുന്നതിന് മുന്നേ തന്നെ ആയിട്ട് വേഗം എൻ്റെ കുളിയും അങ്ങനെ കഴിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഡ്രസ്സെല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായതാണ്. അത് കണ്ടിട്ടാണ് ഓളിപ്പോൾ അത് എടുത്തിട്ട് വന്നിട്ട് പറയുന്നത് നമുക്ക് പോവാകുമ്പോൾ ഡ്രസ്സാക്കുന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഓളതിന് പിന്നെ കുറച്ച് സമാധാനിപ്പിച്ചിട്ട് വേണം ഇനി അടുത്ത പണി തുടങ്ങാനായിട്ട്. അങ്ങനെ ബ്രഷെല്ലാം ചെയ്യിപ്പിച്ച് ഓൾക്ക് കുടിക്കാൻ പാലെല്ലാം കൊടുത്ത് ഓൾക്ക് ചെറുങ്ങനെ ഓൾക്ക് വേണ്ട ഫുഡെല്ലാം കൊടുത്തിട്ട് മുടിയെല്ലാം കുറച്ച് എണ്ണയെല്ലാം തേച്ച് കൊടുത്തിട്ട് വാർന്നിട്ട് മുടിയെല്ലാം ഒന്ന് കെട്ടിക്കൊടുത്ത്. അപ്പോൾ അങ്ങനെ ഒന്ന് ഓള് ചെറുങ്ങനെ ഒന്ന് ആക്റ്റീവായിട്ടുണ്ടായിന്. ഇനി പിന്നെ പ്രശ്നമില്ല, ഓളങ്ങനെ കളിച്ചോളും. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് അടിച്ച് വാരണം തുടക്കണം. അപ്പോൾ അങ്ങനെ അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് സമയം ഒന്ന് ടി വി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടങ്ങനെ ഇരുന്നോളുമല്ലോ. അങ്ങനെ ഓൾക്ക് ടി വി എല്ലാം വെച്ച് കൊടുത്തിട്ട് അതിന് മുന്നായിട്ട് എനിക്ക് അടിച്ച് കഴിഞ്ഞിട്ടെല്ലാം ഉണ്ടായിന്. അതിനൊന്ന് തുടക്കണം. ഇപ്പോൾ ഈ ഒരു മോപ്പില്ലേ എനിക്ക് നല്ലോണം യൂസ് ആയിട്ടുണ്ടായിന്. ചെറിയ മക്കളിലുള്ള ഉമ്മമാർക്ക് ഏറ്റവും നല്ലതാണ്. ഒന്നാമത്തെ കാരണം എന്താ പറയുക, നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് മറ്റേതുണ്ടാവില്ലേ കൈ വെച്ചിട്ട് പീയുന്ന സമയത്ത് എന്തായാലും നമ്മൾ നഖത്തിൻ്റെ ഇടയിലേക്കെല്ലാം അതിൻ്റെ എന്തായാലും ചളിയും കാര്യങ്ങളെല്ലാം എന്തായാലും പോവും. അപ്പോൾ പിന്നെ മക്കൾക്കെല്ലാം ഫുഡ് വായിലിട്ട് കൊടുക്കുന്ന ടൈമിൽ എനിക്കതൊരു എന്തോ പോലെയാണ്. എത്ര കൈ കയ്യാലും ഒരു വൃത്തിയാവാത്ത പോലെ തോന്നില്ല. അപ്പോൾ ഇതാവുമ്പോൾ നമ്മളെ കയ്യിലൊന്നും തൊടേണ്ട ആവശ്യമില്ലല്ലോ. മെയിനായിട്ടുള്ളൊരു റീസൺ അതാണ്. തലേ ദിവസവും പിറ്റേ ദിവസത്തേക്കെല്ലാം ആയിട്ട് നമുക്ക് 2-3 കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു. ഒന്ന് എൻ്റെ ടെൻഡർ കോക്കനട്ട് പൂൾ പുഡിങ് കേക്കാണ്. അപ്പോൾ അത് ഭയങ്കര അഭിപ്രായമാണ്. ആ ഒരു കേക്കിന് എല്ലാവർക്കും നല്ല ഇഷ്ടമാകുന്നൊരു കേക്കാണ്. അപ്പോൾ ആ ഒരു കേക്ക് ഉണ്ടായിന്, വേറെ 2 ഫ്ലേവർ കേക്കും കൂടി ഉണ്ടായിന്. അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്തെടുത്ത് ഞാനിപ്പോൾ നോമ്പിൻ്റെ സമയത്ത് അത്താഴത്തിൻ്റെ ടൈമിലാണ് കേക്കിൻ്റെ പരിപാടിയെല്ലാം നോക്കൽ. അതാവുമ്പോൾ എല്ലാവരും ഉറങ്ങുന്ന ടൈമല്ലേ, മക്കളും എല്ലാവരും ഉറങ്ങുന്നുണ്ടാവും. അപ്പോൾ അതാവുമ്പോൾ നമ്മൾ വലിയ പ്രശ്നം ഉണ്ടായില്ല, പെട്ടെന്ന് നമുക്ക് കേക്കെല്ലാം ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് അസ്റെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. ഇനി നമുക്ക് നോമ്പെറുക്കാനുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ആക്കിയിട്ട് എടുത്തിന്. കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി ഷുഗറിൽ ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം ഒന്ന് നല്ലോണം മെൽട്ടായിട്ട് വന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിയേക്കാം. ഇനി അടുത്തായിട്ട് നമുക്കൊരു ചിക്കൻ കറിയും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും നല്ലോണം ചൂടായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് എന്താക്കാം ഉള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് വലിയ ഉള്ളി, ഒരു മീഡിയം സൈസിനേക്കാളും കുറച്ച് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2 എടുത്തിന് ഇതുപോലെ കുഞ്ഞായിട്ട് കട്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. തീയെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഉള്ളിയെല്ലാം ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തന്നെ കണക്കിന് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് വേണം നൽകി കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ദുവാമോള കണ്ടില്ലേ, നല്ലൊരു മുട്ട
വട്ടം പണിയാണ് എനിക്ക് തന്നിട്ടുള്ളത്. എൻ്റെ ക്രീം ബാക്കിയുണ്ടായിന്, ചോക്ലേറ്റ് ക്രീം. അപ്പോൾ അത് തിന്നിട്ട് ബാക്കി മുഖത്തേക്കും കൈക്കും എല്ലാം എറിച്ചിട്ട് നല്ല അടിപൊളി പണിയെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞിട്ടായിട്ടാണ് ഇപ്പോൾ ഞാൻ അടുത്ത പരിപാടി നോക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ 5 മുട്ട എടുത്തിട്ടുണ്ടായിട്ട് അപ്പോൾ അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിന്. ഇനി നമുക്കിതിലേക്ക് 5 മുട്ടയിലേക്ക് ഇപ്പം 3 വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള 3 ക്യാരറ്റിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 6 ടേബിൾ സ്പൂണ് പഞ്ചസാരയും. മധുരമെല്ലാം നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുന്നതിന് ഒന്നിച്ചിട്ട് തന്നെ 3-4 ഏലക്ക ഇട്ട് കൊടുത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇപ്പോഴത്തെ നമ്മളെ ഉള്ളിയെല്ലാം കണ്ടില്ല, നല്ല കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിന്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം സൈസിലെടുത്ത ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ ഒരു മുട്ടൻ്റെ മിക്സിയിലെ അത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിന്. അപ്പോൾ അതവിടെ അടിച്ചെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിന്. ഇപ്പോൾ നമ്മൾ ഉള്ളിയും ക്യാപ്സിക്കം എല്ലാം നല്ലോണം ഇളക്കി കൊടുത്തിന്. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിന്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഓരോ ഇൻഗ്രീഡിയൻസും ഇടുന്ന ടൈമിൽ എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. കാരണം ഞാൻ കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും എനിക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഓരോന്ന് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇടുന്ന എല്ലാ സാധനങ്ങളും നിങ്ങളോട് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണെല്ലാം മാറിക്കഴിഞ്ഞിട്ടായിട്ട് ഇതിലേക്ക് വലിയ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ചില സമയത്ത് ക്യാപ്സിക്കം ഇല്ലാതെയും ഇതേപോലെ തന്നെ ഉണ്ടാക്കലുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു എഗ്ഗിൻ്റെ മിക്സ് ഇല്ലേ, അത് ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ ഒന്ന് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം. ആ ഒരു ക്യാരറ്റും എഗ്ഗിൻ്റെ മിക്സും കൂടി ഒരേപോലെ മിക്സായിട്ട് കിട്ടണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ആ ഒരു ഗ്രേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായ ക്യാരറ്റില്ലേ, അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുക്കറിൽ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടായിട്ട് മിക്സിൻ്റെ ജാറിലും ഇപ്പം മുട്ടയും എല്ലാം ഇട്ടിട്ട് അടിച്ചിട്ട് അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ അടിച്ചിട്ട് എല്ലാം കൂടിയിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ബേക്കാക്കിയിട്ട് എടുക്കുക. അങ്ങനെയും ചെയ്യലുണ്ട്. ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊന്നിങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു മിക്സ് ആക്കിയിട്ടുള്ള കൂട്ടില്ലേ, അത് ഒരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മളെ ബേക്ക്ഡ് പാസ്ത ഇല്ല, അപ്പോൾ അതിലേക്കുള്ളൊരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിന്. അപ്പോൾ ചിക്കൻ ഒന്ന് നല്ലോണം ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ക്യാപ്സിക്കം, ഒരു ചെറിയത് വെച്ചാൽ മീഡിയത്തിനേക്കാളും കുറച്ച് മതി. ചിക്കനേക്കാളും കുറവാണ് ഉള്ളിയും ക്യാപ്സിക്കം എല്ലായിട്ട് വേണ്ടത്. കൂടുതൽ നമുക്ക് ചിക്കനാണ് വേണ്ടത്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പൊഴുങ്ങിയ ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. കൂടുതലായിട്ട് അത് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കൊരു വൈറ്റ് സോസ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ മൈദയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇവിടെ ബട്ടർ നല്ലോണം ചൂടായതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് അത് കരിഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് പെട്ടെന്ന് ഇളക്കി കൊടുക്കുന്നതാണ്. അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണും കൂടി മൈദ ഇട്ട് കൊടുത്തിന്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഇത് മൈദ വെന്തിട്ട് കിട്ടണം നമുക്ക്. അതേപോലെ തന്നെ ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുകയും വേണം. ബട്ടറല്ലേ, നമ്മൾ അതങ്ങനെ ഇളക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട കെട്ടി പോവും, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നിട്ട് തന്നെ 1-2 മിനിറ്റ് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ടായിട്ട് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് ഫുള്ളും പാലെടുത്തിന് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം, ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വൈറ്റ് സോസ് എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ ഉണ്ടാക്കാനല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല. ഇനിയിലേക്ക് നമുക്ക് കുരുമുളക് പൊടി അതേപോലെ തന്നെ ഏതെങ്കിലും ഹെർബ്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു ക്യാരറ്റ് പോളയില്ലേ, അപ്പോൾ അത് ഒന്ന് റെഡി ആയിട്ട് വന്നിന് അടിയിൽ പിടിക്കാതെ നോക്കണം. എന്തെങ്കിലും ഒരു പഴയ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ മേലെയായിട്ട് ആ ഒരു പാൻ വെച്ച് കൊടുത്താലും മതി. പിന്നെ നമ്മളെ കറിയുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്.
നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഉള്ളി, കാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ലോണം റെഡി ആയിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളകുപൊടി, അര ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ നല്ല വെള്ളം ഇറങ്ങിയിട്ട് വരുന്നില്ലേ, ആ ഒരു ടൈമിലാണ് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 1/2 കപ്പോ 1 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് ഒരു 15-20 മിനിറ്റ് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, മാത്രം ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 15 ബദാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്, അതാണിപ്പോൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ട് തള വരുന്ന ടൈമിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ്. പാസ്ത ഇല്ലേ, അത് കുറച്ച് ഉപ്പും ഓയിലും വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം വേവിച്ചെടുത്ത് ആ ഒരു പാസ്ത അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അരിപ്പയിലിട്ടിട്ടായിട്ട് അത് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ വൈറ്റ് സോസില്ലേ, വൈറ്റ് സോസിലേക്ക് 1/2 കപ്പോളം ഫ്രഷ് ക്രീം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ പാൽ പാട ഉണ്ടെങ്കിൽ അത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട ഒരു മസാലയില്ലേ ചിക്കൻ്റെ, അതും ഈ ഒരു വൈറ്റ് സോസും പാസ്തയും കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ടായിട്ട് നമുക്ക് എന്താക്കാം, ഇതുപോലത്തെ ഒരു ട്രേയിലേക്ക് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ അതേപോലെ തന്നെ കഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നതാണ്. കുറച്ച് ഈ ഒരു മിക്സ് അടിയിലേക്ക് ഇട്ട് കൊടുക്കുക, അടിയിലേക്ക് കുറച്ച് വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുക, അതിൻ്റെ നടുക്കായിട്ട് പാസ്ത ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഇടയിലായിട്ട് വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുക, അതിൻ്റെ മേലെ ആ ഒരു പാസ്തേനെ മിക്സ് ഇട്ട് കൊടുക്കുക, മേലെ ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് സെറ്റാക്കിയിട്ട് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഓവൺ ഇല്ലാതെയോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിലാണ് ദുആമോളോ അല്ലെങ്കിൽ ആദമിൻ്റെ കരച്ചിലോ ഓന് പാൽ കൊടുക്കാൻ പോകുന്നത് അങ്ങനെ എന്തെങ്കിലും എല്ലാം ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീടിന് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നോമ്പറക്കുന്ന ടൈമിലൊന്നും റെഡി ആയിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് ചില സമയത്ത് എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത്. സോറി ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു സ്പെഷ്യൽ കറിയിലേക്ക് ഞാൻ ബട്ടൂരയാണ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ബട്ടൂര കഴിക്കാനായിട്ട്, നല്ല സ്പോഞ്ച് പോലെയുള്ള ബട്ടൂരയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ ഷെയർ ആക്കിയിട്ടുണ്ട്. കുറേ റെസിപ്പീസെല്ലാം ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. നല്ല അൽഫാം മസാല ഗ്രേവിയും അതേപോലെ തന്നെ ടർക്കിഷ് ബ്രെഡ്, പിന്നെ മിനി റൊട്ടി, അങ്ങനത്തെ കുറേ കോംബോ ഫുഡില്ലേ അതെല്ലാം മുന്നേ ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്, ഇതെല്ലാം ചൂടോടെ കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാകുന്നത്. നോമ്പെല്ലാം തുറന്നിട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ആ ഒരു സംഭവം റെഡിയാക്കുന്നുള്ളത്. അപ്പോൾ അതിനിടയിൽ നല്ല അടിപൊളി ചായയും കൂടി റെഡിയാകുന്നുണ്ട്. താജ്മഹൽ ചായപ്പൊടിയില്ലേ, അത് വെച്ചിട്ടാണ് ഈ ഒരു ചായ റെഡിയാക്കിയിട്ടുള്ളത്. നല്ല സ്ട്രോങ് ചായയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇത്ര തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക, സബ്സ്ക്രൈബ് ആക്കുക. ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ടും എല്ലാം കാണാം. ഞാൻ ട്രൈപോഡ് ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് എല്ലാം എടുക്കാം. അപ്പോൾ എല്ലാവരോടും എന്താ പറയണ്ട, താങ്ക്സ്. കുറേ ആളെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്താലും കമൻറ്റ് ചെയ്താലെല്ലാമാണ് കുറച്ചാളിലേക്കെങ്കിലും നമ്മളെ വീഡിയോ എത്തുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇത്ര തന്നെയാണ്. അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല വിശേഷങ്ങളെല്ലാം ആയിട്ടോ റെസിപ്പി വീഡിയോ എല്ലാം ആയിട്ടോ എല്ലാം കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.